സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ അസാധാരണ സാഹചര്യം, അപ്പോൾ അസാധാരണമായി ഗവർണറുടെ ഇടപെടൽ, ഇതൊക്കെ കേരളത്തിൽ ഇപ്പോൾ നടന്നു. പക്ഷേ എത്രമാത്രം അസാധാരണമായ സാഹചര്യമായിരുന്നു എന്നതും വിലയിരുത്തപ്പെടേണ്ടേ? രാജ്യത്ത് ഏറ്റവും അസാധാരണമായൊരു ക്രമസമാധാന നില ഉണ്ടായത് കേരളത്തിലാണോ? ഇനി കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്താണോ? കണ്ണൂർ ഇതിനേക്കാൾ മോശം സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും ഈ രൂപത്തിലുള്ളൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ കണ്ണൂരിന് പുറത്തുണ്ടായാലാണോ അടിയന്തരമായി ഇടപെടാൻ ഭരണഘടനാ സ്ഥാപനങ്ങൾ പോലും സന്നദ്ധരാകുന്നത്? അങ്ങനെയെങ്കിൽ ആ നീതി നിർവഹണത്തിൻ്റെ തുലാസിൽ തന്നെ അപാകതകളുണ്ട്. അതിവിടുത്തെ കാര്യം. ഇനി കേന്ദ്രത്തിൻ്റെ കാര്യത്തിൽ ഒരു കാര്യവാഹ് മരിച്ചു എന്നറിയുമ്പോൾ എല്ലാ ജീവനും പ്രധാനമാണ് കേട്ടോ. എങ്കിലും രാജ്യത്ത് മറ്റെവിടെയും ഇല്ലാത്ത ഒരു ഉത്കണ്ഠയോടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടൽ വരുന്നു. മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം നൽകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, അടിയന്തര നടപടികളിലേക്ക് കടക്കണമെന്ന്. അതൊരു രാഷ്ട്രീയ ശാസനയാണ്. അപ്പോൾ വലിയ അധികാരി ചെറിയ അധികാരിയെ സമ്മർദ്ദപ്പെടുത്തുന്ന സ്വഭാവമുള്ളതാണ്. കാരണം ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഇവരൊന്നും ഈ രൂപത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നതായി കാണുന്നില്ല. അപ്പോൾ കേന്ദ്രമായാലും കേന്ദ്രത്തിൻ്റെ പ്രതിനിധിയായ ഗവർണറായാലും എന്തുകൊണ്ട് കേരളത്തിലെ ഈ ഒറ്റപ്പെട്ട സംഭവത്തെ ഒറ്റപ്പെട്ടതായി കാണാതെ ഇതിനേക്കാൾ വലിയ സംഭവങ്ങളെ ഒറ്റപ്പെട്ടതായി വ്യാഖ്യാനിക്കുന്നതിൽ നല്ല വിശാരദന്മാരായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ ഈ രൂപത്തിൽ ഇടപെട്ടു ഈ കാര്യത്തിൽ? നേരത്തെ അദ്ദേഹം കണ്ണൂർ സന്ദർശിക്കുക തന്നെ ഉണ്ടായിട്ടുണ്ടല്ലേ? ഒരു മരണം സംഭവിച്ചപ്പോൾ അവിടെ എത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി. മറ്റെവിടെയും നാം അങ്ങനെ കണ്ടിട്ടില്ല. എന്തുകൊണ്ട് അങ്ങനെ? അല്ല, എല്ലാ ജീവനും തുല്യമായ മൂല്യം ഉള്ളതുകൊണ്ടാണ് ഇത് ഒറ്റപ്പെട്ട സംഭവം എന്ന് ഞാൻ വാക്ക് ഉപയോഗിക്കാതിരുന്നത്. വാസ്തവത്തിലൊരു ഗവർണർ ഇടപെടുക, ഇത്തരത്തിലൊരു വലിയ ചർച്ച നടത്തുക, അങ്ങനെയുള്ള ഗൗരവം തിരുവനന്തപുരത്തെ ഒരു കൊലപാതകത്തിനുണ്ടോ? ആ ചോദ്യം ചോദിക്കാൻ പാടില്ലാത്തതെന്ന് എനിക്കറിയാം. എങ്കിലും ഈ ചർച്ചയിൽ വന്നതുകൊണ്ട് ആ ചോദിക്കുകയാണ്. മറ്റ് ഒരു സന്ദർഭത്തിലും ഗവർണർക്ക് ഇത്തരത്തിലുള്ള ഉത്കണ്ഠയോ അദ്ദേഹത്തിൻ്റെ ഇടപെടലോ ഉണ്ടായിട്ടില്ല. അപ്രകാരം ഒരു കൊലപാതകത്തിൽ ഗവർണർ ഇടപെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയ കൊലപാതകം എന്നൊക്കെ ലേബലൊക്കെ ഒട്ടിക്കുന്നതേ ഉള്ളൂ. എല്ലാ കൊലപാതകവും എന്തെങ്കിലും കാരണം കാണും. വടക്കേ ഇന്ത്യയിൽ ഈ BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും അവിടുത്തെ ഗവർണർമാർക്ക് ഇടപെടേണ്ടി വരും, മുഖ്യമന്ത്രിമാരെ സമൻ ചെയ്യേണ്ടി വരും. ഒരു രാഷ്ട്രീയ കൊലപാതകത്തിന് അതിൻ്റെ ഗൗരവം നമുക്ക് പറയാമല്ലോ. മറ്റത് ബീഫ് കൈവശം വെച്ചതിന്, അതുപോലുള്ള സില്ലിയായിട്ടുള്ള അർത്ഥമില്ലാത്ത കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ആൾക്കൂട്ടം ചില ആളുകളെ കൊല്ലുക, വീട് കയറി ആക്രമിക്കുക, അവിടെയൊന്നും ഗവർണർമാരുടെ ഇടപെടലില്ല. അപ്പോൾ ഇവിടെ ഒരു ഇടപെടൽ ഉണ്ടായി എന്ന് വരുത്തി തീർക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാക്കിയത് അതിൽ ഒരു ദുഃഖകരമായ അവസ്ഥയാണ്. പക്ഷെ ഇപ്പോഴും ഞാൻ ആവർത്തിക്കുന്നു, ഗവർണർക്ക് താൻ താമസിക്കുന്ന തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ പ്രശ്നങ്ങളുണ്ടായി എന്നറിഞ്ഞപ്പോൾ അതിലദ്ദേഹം ഇടപെട്ടതിൽ തെറ്റൊന്നുമില്ല. കാരണം രണ്ടുപേർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഏത് വഴിപോക്കിനും അതിൽ ഇടപെടാൻ അവരെ പിടിച്ചു മാറ്റാം. അതിനപ്പുറത്തേക്ക് ഭരണഘടനാപരമായ അധികാരം ഉപയോഗിച്ചാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ ചെയ്തതെങ്കിൽ അതിൽ പല അനൗചിത്യങ്ങളുമുണ്ട്. ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ ഈ ഗോരക്ഷകർ നടത്തുന്ന അക്രമത്തെപ്പറ്റി ഇപ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറയുകയുണ്ടായി. അത്തരം വിഷയങ്ങൾ വരുമ്പോൾ പെട്ടെന്നതൊരു സംസ്ഥാനത്തെ ആഭ്യന്തര വിഷയമാണ് എന്ന് പറഞ്ഞ് ആ വാദത്തെ ലഘൂകരിക്കുകയാണ് ചെയ്യുക. ഒരു വാദം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, പക്ഷേ ആ സംഭവത്തെ ലഘൂകരിക്കുകയാണ് ചെയ്യുക. അതേപോലെ സംസ്ഥാനത്തൊരു കേരളത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു കാര്യം, ഇതിനെ പർവ്വതീകരിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ആ സമീപനത്തിൽ തന്നെ എന്ത് ദുഷ്ടലാക്കാണ് ഉള്ളത്? പിന്നെ മറ്റൊരു കാര്യം, ഇത് ഒരു സംസ്ഥാനത്ത് നടന്നതാണ്, ആ സംസ്ഥാനമാണ് അത് ചെയ്യേണ്ടത് എന്നൊക്കെ ഈ ഗോരക്ഷകരുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ കേന്ദ്രം നിലപാടെടുക്കുന്നുണ്ട്. അതുപോലെ ഇനി ഗോമാംസം കൊണ്ടുപോയതുകൊണ്ടാണോ അതോ സീറ്റ് തർക്കമാണോ, അത്തരം സൂക്ഷ്മാംശങ്ങളിലേക്ക് വരെ കിരൺ റിജിജുവിനെ പോലെയുള്ളവർ പാർലമെൻറ്റിൽ ഈ കാര്യങ്ങളെല്ലാം വിശദമായി പ്രതിപാദിക്കാറുണ്ട്. അപ്പോൾ ന്യൂനീകരിക്കുകയും പർവ്വതീകരിക്കുകയും ഒക്കെ ഒരേ കേന്ദ്രം തന്നെ ചെയ്യുന്നത് എന്തുദ്ദേശത്തിലാണ്? ഇപ്പോൾ താങ്കൾ പ്രതിനിധീകരിക്കുന്ന പാർട്ടിക്ക് ഭരിക്കാൻ കഴിയാത്ത നിലയിൽ ഒരു LGയെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ കേന്ദ്രത്തിന് കഴിയുന്നതും ഇവിടെ സമാധാനത്തിൻ്റെ ദൂതുമായി ഇറങ്ങൂ എന്ന് രാജ്ഭവന് നിർദ്ദേശം കൊടുക്കുന്നതുമെല്ലാം എന്ത് താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ? അല്ല, ഒന്ന് പ്രധാനമന്ത്രിയും ആയി മോഡി വന്നതിന് ശേഷം അദ്ദേഹം ജനാധിപത്യത്തിൽ ഒരു താല്പര്യവും കാണിച്ചിട്ടില്ല. ഒരു ജനാധിപത്യ താല്പര്യം അദ്ദേഹത്തിലില്ല. ഇപ്പോൾ നേരത്തെ വേണു പറഞ്ഞ അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ മുഴുവൻ ഉദാഹരണങ്ങൾ അതിലേറെ ഇപ്പോൾ ഡൽഹി ഗവൺമെൻറ് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. 14 ബില്ല് നിയമസഭ പാസ്സാക്കിയിട്ട് അത് ഗവർണറെ കൊണ്ട് അത് പാസ്സാക്കിക്കാതിരിക്കാൻ ഗവർണറുടെ അടിയിൽ വെച്ചതാണ്. മിനിമം ജോലിയും സ്കൂള് വിദ്യാഭ്യാസത്തിൻ്റെ ഒക്കെ ബില്ലുകൾ പോലും തടഞ്ഞു വെച്ച ഒരു മോഡിയാണുള്ളത്. ഗവർണറെ എങ്ങനെ ദുരുപയോഗം ചെയ്യാമെന്നുള്ളതിന് ഡോക്ടറേറ്റ് കിട്ടിയ ആളാണ് മോഡി.
ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. അഖലാഖിനെയോ ജുനൈദിനെയോ പോലെയുള്ള ആളുകളെ കൊല്ലുന്നു, വർഗീയ കലാപം. അവിടെ ഗവർണർക്ക് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഭരണഘടനാ സാധ്യതയുണ്ട്. ജനങ്ങളെ ഭിന്നിപ്പിച്ച് വംശീയ കലാപത്തിലേക്കും വർഗീയ കലാപത്തിലേക്കും നയിക്കുന്ന മുഖ്യമന്ത്രിമാരും മന്ത്രിമാരുമുള്ള BJPയുടെ അതിന് വളരെ ക്ലിയറാണ് വേണു, അതിന് ചോദ്യമില്ല. കാരണം അത് വളരെ പക്ഷപാതപരമായി ജനാധിപത്യ വിരുദ്ധമായി ഇടപെടുന്ന ഒരു സർക്കാരാണ് മോഡിയുടേത്. ഒരു സംശയവുമില്ല. ഈ കാര്യത്തിലും ഈ പർവ്വതീകരണത്തിലും ന്യൂനീകരണത്തിലും BJPയുടെ രാഷ്ട്രീയം വളരെ പ്രകടമാണ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം അതല്ല. അങ്ങനെയാണെന്ന് പറയാൻ എന്തുകൊണ്ട് കേരള മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഡിഫെൻസീവാണ് ഇവിടെ. അവിടെയാണ് ഞാൻ അതിൻ്റെ രാഷ്ട്രീയം കാണുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ നേരത്തെ ജേക്കബ് ജോർജ് പറഞ്ഞ മാതിരി കേന്ദ്രത്തിൻ്റെ പിന്തുണയില്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല. ഇതിന് മറ്റൊരു സാഹചര്യത്തിലായിരുന്നെങ്കിൽ സമൺ എന്ന വാക്ക് മാത്രം വെച്ച് കേരളം മുഴുവൻ DYFI കുഴപ്പമുണ്ടാക്കുമായിരുന്നല്ലോ, സമരം ചെയ്യുമായിരുന്നല്ലോ. ഭരണഘടനാപരമായി എനിക്ക് പോലും തോന്നുന്നു വളരെ കൃത്യമായത് തെറ്റാണ്. ഈ വാക്ക് കോടിയേരി ബാലകൃഷ്ണൻ അതൊരു സാധാരണ നടപടി എന്നാണ് പറഞ്ഞത്, മുഖ്യമന്ത്രി പറഞ്ഞത് സാധാരണ നടപടി എന്നാണ്. അങ്ങനെ എങ്ങനെയാണ് പറയാൻ പറ്റുക? അപ്പോൾ ഇതിൽ CPM വളരെ ഡിഫെൻസീവിലാണ്. ഈ പറഞ്ഞതുപോലെ ഇതിലൊരു പങ്ക് ഞങ്ങൾക്കുമുണ്ട് എന്ന് അവർക്ക് നന്നായി അറിയാം. CPMനും BJPക്കും തുല്യമായ പങ്ക്. അതിൽ CPMൻ്റെ പങ്ക് കൂടുതലാവുന്ന എവിടെയാണ്? അവർ ഭരിക്കുകയാണെന്നുള്ളതുകൊണ്ടാണ്. UP ആദിത്യനാഥിൻ്റെ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടോ അതേ കുറ്റം ഇവിടെ BJPക്കും CPMനും വരും. അതുകൊണ്ട് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഇക്കാര്യത്തിൽ CPM എടുക്കുന്ന നിസ്സംഗമായ സമീപനമാണ്. ഗവർണറോട് ഇങ്ങനെയാണോ? ആദ്യമകാലം മുതൽ 1957 മുതൽ ഗവർണർമാർ സംബന്ധിച്ച് CPMനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒരു നിലപാടുണ്ട്. ബാക്കി ഒരു പാർട്ടിക്ക് ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു, കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുമ്പോൾ ഗവർണർമാർ തെറ്റായി ഇടപെടുമ്പോൾ അതിനെതിരെ വളരെ കൃത്യമായി നിലപാടെടുത്തിട്ടുള്ള ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ. പക്ഷേ ആ ധീരത രാഷ്ട്രീയം അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായും ഇതിനെതിരെ പ്രതിരോധിക്കേണ്ടതാണ്. എന്തുകൊണ്ട്? സമാധാന കാംക്ഷ കൊണ്ടാണ് എന്നൊന്നും പറഞ്ഞാൽ വേണു അത്ര എളുപ്പത്തിൽ ഞാൻ വിശ്വസിക്കില്ല. അങ്ങനെ ഒരാളല്ല പിണറായി വിജയൻ, അങ്ങനെ ഒരാളല്ല കേരളത്തിലെ മുഖ്യമന്ത്രി. ഡിഫെൻസീവ് ആയതുകൊണ്ട്, രാഷ്ട്രീയമായി ഡിഫെൻസീവായി. ശരി, ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോകാൻ, ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സൂപ്പർ പ്രൈമിൻ്റെയും അവസാന ഘട്ടത്തിലേക്ക് 6 മിനിറ്റാണ് ബാക്കിയുള്ളത്. അതിഥികൾ ചുരുക്കി സംസാരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ CR നീലകണ്ഠൻ ചൂണ്ടിക്കാട്ടുന്ന എന്ത് പ്രതിരോധാവസ്ഥയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുള്ളത്? മമതാ ബാനർജിയുടെ വീര്യം പോലും പിണറായി കാണിക്കാത്തത് എന്തുകൊണ്ട്? CR പറയുന്നതിനകത്ത് ഒരർത്ഥവുമില്ല. ഇവിടെ അങ്ങനെ ഒരു ധൈര്യം കാണിച്ചിട്ട് പിണറായി വിജയൻ എന്ത് നേടാൻ, കേരളത്തിൽ നിന്ന് നേടാൻ പറ്റും? സമൺ ചെയ്യുക എന്നുള്ള വാക്ക്, ആ വാക്ക് ഉപയോഗിച്ചത് കൊണ്ട് മാത്രം അങ്ങനെയാണെങ്കിൽ ഞാൻ വരുന്നില്ല ഗവർണറെ പണി നോക്കുക എന്ന് പിണറായി വിജയൻ പറഞ്ഞാൽ എന്തൊരു ദയനീയമായ സ്ഥിതിയായിരിക്കും അത്. അങ്ങനെ പറയാമോ ഒരു മുഖ്യമന്ത്രി? അദ്ദേഹം DYFI നേതാവൊന്നുമല്ല, അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. പക്ഷേ ശ്രീ CR ചൂണ്ടിക്കാട്ടുന്നൊരു കാര്യമുണ്ട്, ഗവർണർ സമൺ ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, ഗവർണർ എന്ന പദവിയുടെ രാഷ്ട്രീയത്തെ കൃത്യമായി നിർവഹിച്ചിട്ടുള്ളൊരു പാർട്ടിയാണ് പിണറായിയുടെ. ചട്ടക്കൂടൊക്കെ അങ്ങനെ ഒരു പദവി വേണ്ട എന്നതാണ് CPMന്റെ നിലപാട്. പക്ഷേ വേറൊരു കാര്യം പെടും, കൽക്കട്ടയിൽ മമതാ ബാനർജി ഗവർണർ വിളിച്ചാൽ പോയില്ല. പക്ഷേ മമതാ ബാനർജി സ്വഭാവം അറിയാം, അവിടുത്തെ ഗവർണറുടെ സ്വഭാവം അറിയാം. ഇവിടുത്തെ ഗവർണർ P സദാശിവം തറ രാഷ്ട്രീയം കളിക്കുന്നയാളല്ല. പിണറായി വിജയനും അദ്ദേഹവും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് ആ ബന്ധത്തിൻ്റെ പേരാണ് വിളിച്ചതെന്ന ബോധ്യത്തോടു കൂടിയാണ് പറഞ്ഞത്. ഒരു പക്ഷേ CPM കേന്ദ്ര നേതൃത്വത്തിനും എന്തുകൊണ്ട് മമതാ ബാനർജി ഇടപെട്ടതുപോലെ ഇടപെട്ടില്ല എന്നൊരു ചോദ്യം അവരുടെ ഭാഗത്തുനിന്നുണ്ടെന്നതാണ് വാർത്തകളിൽ കണ്ടത്. അങ്ങനെ നിന്ന് കൊടുക്കാൻ ഒരു മമതാ ബാനർജി ആകാൻ അല്ല എന്നാണ് പിണറായി വിജയൻ കാണിച്ചു കൊടുത്തത്. നേരത്തെ മുന്നേ സുരേഷ് പറഞ്ഞൊരു കാര്യം, ഗവൺമെൻറ്, പിണറായി വിജയൻ, പോലീസ്. ഞാൻ പറയട്ടെ, ഈ ശ്രീകാര്യത്ത് നടന്ന കൊലപാതകികളെ മിനിറ്റ് വെച്ച് പിടിച്ചില്ലേ? പക്ഷെ അതിനേക്കാൾ അല്ലല്ല, അക്രമികളെ പിടിച്ചു. പക്ഷെ അതിനേക്കാൾ ഒരു നാണംകെട്ട കാര്യം ഉടനെ തന്നെ അവർക്ക് അവാർഡ് പ്രഖ്യാപിച്ചു എന്നതാണ്. ഞാൻ തിരികെ എത്താം. ശ്രീ KC ഉമേഷ് ബാബു, മമതയ്ക്കില്ലാത്ത വീര്യം, മമതയ്ക്കുള്ള വീര്യം എന്തേ പിണറായിക്കില്ലാതെ പോകുന്നു? പിണറായി പറയുന്ന വളരെ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാണല്ലോ. ഏത് ഘടകത്തിൽ പ്രവർത്തിക്കുന്നു അതിൻ്റെ എല്ലാ രീതികളും പുലർത്തുന്നയാളൊക്കെയാണല്ലോ. അദ്ദേഹത്തിൻ്റെ പാർട്ടി പരമമായി ഈ ഗവർണർ എന്ന ഘടകത്തെ നിർവചിച്ചിട്ടുണ്ട്.
അപ്പോൾ മുഖ്യമന്ത്രിയായി കഴിയുമ്പോൾ ഈ സമീപനത്തിൽ എന്തുകൊണ്ട് വ്യത്യാസം വരുന്നു? അല്ല, അതല്ല എനിക്ക് തോന്നുന്നത്. ഈ ഗവർണർ പി സദാശിവം വളരെ വ്യത്യസ്തനായൊരു മനുഷ്യനാണ്. കാരണം അദ്ദേഹം ഒരു തമിഴ്നാട്ടുകാരനാണ്. അദ്ദേഹം വളരെ അക്ഷോഭ്യനായ, വളരെ പ്രസന്നവദനായ ഒരു പഴയ ന്യായാധിപനാണ്. അപ്പോൾ അദ്ദേഹത്തിന്, പിന്നെ അതുമാത്രമല്ല, അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം വളരെ മിടുക്കനായിട്ടുള്ളൊരു തമിഴ്നാട്ടുകാരനാണ്. അദ്ദേഹത്തിന് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം മിക്കവാറും ഒരു നാട്ടുമധ്യസ്ഥൻ്റെ റോളിലായിരിക്കും ഇതിൽ ഇടപെട്ടത് എന്നാണ് അന്നത്തെ വിഷ്വൽസൊക്കെ കണ്ടാൽ അറിയാം. കാരണം നിങ്ങൾക്ക് കടക്ക് പുറത്ത് വന്ന ശൈലിയിലൊന്നും പിണറായി വിജയനെ വിളിച്ചു വരുത്താനൊന്നും കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് പരിചയമുള്ള പിണറായി വിജയൻ. എനിക്ക് കുറക്കാലമായിട്ട് അദ്ദേഹത്തെ അങ്ങനെ അറിയില്ല. അപ്പോൾ അതുകൊണ്ടൊരു നാട്ടുമധ്യസ്ഥൻ്റെ നിലപാടിലായിരിക്കും അദ്ദേഹം വിളിച്ചിട്ടുണ്ടാകുക. പക്ഷേ അതല്ല പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. അത് ഇപ്പോൾ ഗവർണറായിട്ടാണോ ഈ മനുഷ്യൻ ഈ ഇടപെടൽ നടത്തുന്നത് എന്നിടത്ത് വെച്ചാണ്. ഗവർണറുടെ വളരെ ഡിക്റ്ററ്റോറിയലായൊരു ഇടപെടലാണ് നടത്തുന്നതെങ്കിൽ നമുക്ക് ഭരണഘടനയൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുപക്ഷെ അതിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാം. പക്ഷേ ഇത് അങ്ങനെ വളരെ ഡിക്റ്ററ്റോറിയലായിട്ടുള്ള അതോറിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ഇടപെടലായിട്ടല്ല, മിക്കവാറും ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉള്ളടക്കത്തിലുള്ള ഇടപെടൽ നടന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതേക്കാൾ അപായകരമായിട്ടുള്ളൊരു കാര്യം പിന്നീട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ജനാധിപത്യ വ്യവസ്ഥക്ക് പൊറുപ്പിക്കാനാവാത്തതാണ്. അതിലാണ് ഒരുപക്ഷെ തിരുവഞ്ചൂരിനെ പോലുള്ള ആളുകൾ ജാഗ്രത ആവേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കോൺഗ്രസിൻ്റെയും അല്ല CPM-ൻ്റെയും സംഘപരിവാരത്തിൻ്റെയും BJP-യുടെ നേതാക്കന്മാർ പോലുമല്ല, സംഘപരിവാരത്തിൻ്റെയും നേതാക്കന്മാർ തമ്മിൽ ഉഭയകക്ഷി ചർച്ചകൾ ജില്ലാടിസ്ഥാനത്തിലും സംസ്ഥാനതലത്തിലും സംഘടിപ്പിക്കുക എന്നുള്ളത് ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനമാണ്. അത് വളരെ ആപൽക്കരമായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ രണ്ട് പാർട്ടിയുടെയും നേതൃത്വത്തിൻ്റെ പണി ഗുണ്ടകളെയും കൊലപാതകളെയും സംരക്ഷിക്കുക എന്നുള്ളതാണോ? ഇവരുടെ ഈ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ പ്രധാനപ്പെട്ട പണി ഗുണ്ടകളെയും കൊലപാതകളെയും ഉണ്ടാക്കുക, വളർത്തുക, സംരക്ഷിക്കുക, അവരെ ഉപയോഗിച്ചിട്ട് അക്രമവും കൊലപാതകവും നടത്തുക. അത് ഇവർ തമ്മിൽ സ്വകാര്യമായി മാധ്യമങ്ങളെ വരെ ഒഴിവാക്കി നടത്തുന്ന അടച്ചിട്ട മുറികളിലെ ഉഭയകക്ഷി ചർച്ചയിലൂടെ സന്ധിയിലാവുക എന്നാണോ? അത് എന്ത് തരം ജനാധിപത്യത്തെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്? എന്ത് സമൂഹത്തെയാണ് അത് വിഭാവനം ചെയ്യുന്നത്? എനിക്ക് അവസാനമായി ശ്രീ അഡ്വക്കേറ്റ് സുരേഷിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ സുരേഷ്, മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായാണോ ഇപ്പോൾ നിങ്ങൾ ഈ വലിയ ആത്മവിശ്വാസത്തോടെ നടത്തുന്ന ഉഭയകക്ഷി ചർച്ചകൾ സമാധാന സന്ദേശം നൽകുക? അല്ല, ഇതിൽ ശ്രീ വേണു, ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഞങ്ങൾക്ക് അത്ര വലിയ ആത്മവിശ്വാസമൊന്നുമില്ല. അത് ആദ്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. സർവകക്ഷി യോഗവും ഉഭയകക്ഷി യോഗങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിൻ്റെ പേനയുടെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് കൊലപാതകങ്ങൾ നടന്ന പാരമ്പര്യമുള്ളൊരു സംസ്ഥാനമാണിത്. ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു സംഘർഷ സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ ഈ ചർച്ച കഴിഞ്ഞതിന് ശേഷം ഇന്ന് കാസർഗോഡും അതോടൊപ്പം തന്നെ കോട്ടയത്തും ഒക്കെ സംഘർഷം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ എല്ലാം പ്രശ്നവും തീർന്നു, ഇനി ഇവിടെ സംഘർഷം നടക്കില്ല എന്നുള്ള മൂഢവിചാരമൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ ഇവിടെ ശ്രീ ഉമേഷ് ബാബുവിനെ പോലെയുള്ളവർ സമാധാനത്തിനോട് ഒരു അസഹിഷ്ണുത കാണിക്കേണ്ട ആവശ്യമില്ല. ഈ നാട്ടിൽ ഒരു പ്രാവിനെ ഒരു വെള്ളരി പ്രാവിനെ പറത്തിയിട്ട് പോലും സമാധാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംസ്കാരമുള്ള സ്ഥലമാണ്. ഈ സംസ്കാരമുള്ള സ്ഥലത്ത് ഒരു ഭരണഘടനാ അധികാരത്തിലിരിക്കുന്ന പ്രിവിലേജുള്ള, അതോടൊപ്പം തന്നെ ഡിസ്ക്രിമിനേറ്ററി പവറുള്ള ഒരു ഗവർണർ, ആ ഗവർണർ ഡിസ്ക്രിഷണറി പവറുള്ള ഒരു ഗവർണർ ഇത്തരത്തിലുള്ള ശ്രമം നടത്തുന്ന സമയത്ത് ആ ശ്രമത്തെ നമ്മൾ എന്തിനാ പല രീതിയിൽ വിമർശിക്കാൻ പോകുന്നത്? അദ്ദേഹം സമാധാനത്തിന് വേണ്ടിയല്ലേ നടത്തുന്നത്. ഇനി ഒരു മനുഷ്യൻ മരിച്ചു വീഴാതിരിക്കാൻ വേണ്ടിയല്ലേ, ഒരു കുടുംബവും അനാഥമാകാതിരിക്കാൻ വേണ്ടിയല്ലേ, ഒരമ്മയുടെയും കണ്ണുനീര് വീഴാതിരിക്കാൻ വേണ്ടിയല്ലേ, ഒരു കുഞ്ഞും അച്ഛൻ നഷ്ടപ്പെട്ട അവസ്ഥയിൽ വരാതിരിക്കാൻ വേണ്ടിയല്ലേ. ഇതിനെ ക്രിയാത്മകമായിട്ട് പിന്തുണയ്ക്കാൻ, ഇതിനെ ഭാവാത്മകമായിട്ട് സമീപിക്കാൻ എന്തുകൊണ്ട് ഇവിടുത്തെ ബൗദ്ധിക സമൂഹത്തിന് സാധിക്കുന്നില്ല? ഈ ക്രിയാത്മകതയും ഭാവാത്മകതയും ഒക്കെ ഉമേഷ് ബാബു അടക്കമുള്ളവർ പ്രകടിപ്പിക്കട്ടെ. പക്ഷേ ഇതിൻ്റെ ക്രിയാത്മകതയും ഭാവാത്മകതയും അഭംഗുരം തുടരാൻ, നിലനിർത്താനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങളും എടുക്കുക. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.